തൃശ്ശൂരിൽ റിമാൻഡിലിരിക്കെ മരിച്ച ഹരീഷ് ബാബുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്ത്. മരണകാരണം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളില്ല എന്നും വ്യക്തമാകുന്നു. എം എസ് ലിഷോയ് വിവരങ്ങൾ വേണ്ട. ലിഷോയ്, നേരത്തെ പറഞ്ഞിരുന്നു പനിയും ഒക്കെ മൂലമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ബന്ധുക്കളാണ്, കുടുംബമാണ് ആരോപിച്ചത് മർദ്ദിച്ച പാടുകളുണ്ട് എന്നതൊക്കെ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ്? അങ്ങനെ ആരോപണം നിലനിൽക്കുന്നതല്ല എന്നാണോ മനസ്സിലാകുന്നത്? പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ദേഹത്തെ ഇല്ല. പക്ഷേ അതേസമയം തന്നെ മുറിവുകൾ ഉണ്ട് ദേഹത്ത്. പക്ഷേ ആ മുറിവുകൾക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാമെന്നാണ് കണക്കുകൂട്ടുന്നത്. കാരണം പ്ലേറ്റ്ലെറ്റിന്റെ തോത് വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ മുറിവുകൾ ഉണ്ടായതാണോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് മർദ്ദനമേറ്റതിന്റെ പാടുകളൊന്നും തന്നെ ഇല്ല. കുടുംബമാണ് നേരത്തെ ഇത്തരത്തിൽ ഈ രേഷ് ബാബുവിന് മർദ്ദനമേറ്റിരുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അത് സംബന്ധിച്ച പരാതിയും നൽകുകയുണ്ടായി. എന്തായാലും അക്കാര്യത്തിൽ ഇനിയും കുറച്ചു കൂടി പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അഥവാ ഇങ്ങനെ മർദ്ദനമേറ്റിട്ടില്ലെങ്കിൽ പോലും ഈ 50% ഈ വൈകല്യമുള്ള മാനസിക വൈകല്യമുള്ള വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ കാര്യം മറച്ചുവെച്ചു എന്നുള്ള ഒരു ആരോപണവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയെ ജയിലിലേക്ക് വിടേണ്ടതാണോ അതോ മറ്റേതെങ്കിലും സെന്ററുകളിലേക്ക് അയക്കേണ്ടതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നു. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്.